ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു JhillMill. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വയർ ആർട്ടായിട്ടാണ്. വയർ ആർട്ട് എന്ന് പറയുമ്പം ഈ വയേഴ്സ് വെച്ചിട്ട് നമ്മൾ പല ഷേപ്സ് മോൾഡ് ചെയ്തെടുക്കും. ഈ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ വയർ ആർട്ട്സ് യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വയർ ട്രീ ആണ്. വയേഴ്സിൽ കുറച്ച് ബീഡ്സൊക്കെ കോർത്ത് കുറച്ചും കൂടി നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വയർ ആർട്ടിന് മെയിനായിട്ട് ആവശ്യം വയേഴ്സ് തന്നെയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അലുമിനിയം വയേഴ്സാണ്. കോപ്പർ വയേഴ്സ് യൂസ് ചെയ്യാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ വയേഴ്സ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമുക്ക് ആവശ്യാനുസരണം പിരിക്കാനും മടക്കാനും ഒക്കെ പറ്റണം. ഈ വയറിൻ്റെ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ട്രീയുടെ ഹൈറ്റിൻ്റെ 4 ഇരട്ടി ലെങ്ത്തിൽ വേണം നമ്മൾ ഈ വയേഴ്സ് കട്ട് ചെയ്തെടുക്കാൻ. ഇവിടെ ഞാനൊരു 28 പീസസ് ഓഫ് വയേഴ്സ് എടുത്തിട്ടുണ്ട്. ട്രീയുടെ വണ്ണത്തിനനുസരിച്ച് നമുക്ക് വയേഴ്സിൻ്റെ എണ്ണം കൂട്ടിയോ കുറച്ചോ ഒക്കെ കൊടുക്കാം. ഇനി റൂട്ടിൻ്റെ ഭാഗം ചെയ്യാൻ വേണ്ടി നമ്മൾ കറക്റ്റ് ഈക്വലായിട്ട് വെക്കണം എന്നില്ല. ഈ വയേഴ്സ് ഒന്ന് കയറ്റി ഇറക്കിയൊക്കെ വെച്ചിട്ട് കുറച്ച് റൂട്ടിൻ്റെ ഭാഗം വിട്ടിട്ട് നമ്മൾ ആ ട്രങ്കിൻ്റെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കുക. ഇനി ആ ട്രങ്കിൻ്റെ ഭാഗം കുറച്ചൊന്ന് പിരിച്ചിട്ട് നമ്മളിനി ഇതിന് ബ്രാഞ്ച് ഔട്ട് ചെയ്യണം. ഈ ട്രീക്ക് കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ ആക്കി കൊടുക്കണം. അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ മെയിനായിട്ട് 2 ഡിഫറെൻറ്റ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് പിന്നെയും നമ്മൾ ബ്രാഞ്ച് ഔട്ട് ചെയ്യണം. അത്യാവശ്യം മുകളിലോട്ടുള്ള എല്ലാ വയേഴ്സും നമ്മൾ എല്ലാ ഭാഗത്തോട്ടായിട്ടും പല രീതിയിലായിട്ട് ബ്രാഞ്ച് ഔട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ റൂട്ടിൻ്റെ ഭാഗം ചെയ്യാൻ വേണ്ടി ഈ റൂട്ടിൻ്റെ ഭാഗത്തുള്ള വയേഴ്സൊക്കെ ഒന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ 2 വയർ വീതം എടുക്കണം. അതിനുശേഷം ഈ 2 വയർ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുക്കണം. അങ്ങനെ റൂട്ടിൻ്റെ ഭാഗത്ത് എല്ലാ വയേഴ്സും നമ്മൾ ഈ 2 എണ്ണം വെച്ച് പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രാഞ്ച് ഔട്ട് ചെയ്ത ബ്രാഞ്ചസ് ഒന്നുകൂടി ഒന്ന് വൃത്തിയിൽ ഒന്ന് പിരിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുക്കാൻ പോവാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബീഡ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ ബീഡ്സാണ്. എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബീഡ്സാണ്. സ്റ്റേഷനറി സ്റ്റോഴ്സിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മൾ ബ്രാഞ്ച് ഔട്ട് ചെയ്ത ഓരോ വയേഴ്സിലും ഈ ബീഡ്സ് കോർത്തിട്ട് നമ്മൾ കോർത്തിരിക്കുന്ന ഭാഗത്തെ വയറ് ഈ രീതിയിൽ ഒന്ന് മടക്കിയെടുക്കുവാണ്. മടക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കണം. അതായത് ഈ ബീഡ്സ് പുറത്തേക്ക് പോവാത്ത രീതിയിൽ ഒന്ന് മടക്കിയിട്ട് ഇതേ രീതിയിലൊന്ന് പിരിച്ചു കൊടുക്കണം. വീണ്ടും നമ്മൾ ബാക്കിയുള്ള വയേഴ്സിൽ പിന്നെയും ബീഡ്സ് കോർത്തിട്ട് ഈ സെയിം രീതിയിൽ തന്നെ മടക്കി പിരിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ പിരിച്ചു കൊടുക്കുമ്പോൾ അധികം പിരിച്ചു കൊടുക്കാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വയറ് കട്ടായി പോകാൻ ചാൻസ് കൂടുതലാണ്. സെയിം രീതിയിൽ നമ്മൾ ഈ വയേഴ്സ് ഫുള്ള് കോർത്തെടുക്കുക. അതിനുശേഷം ഈ വയറിൻ്റെ എൻഡ് നമ്മൾ ഈ കോർത്തിരിക്കുന്ന ഇതിലേക്കൊന്ന് പിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സെയിം രീതിയിൽ നമ്മൾ ബ്രാഞ്ച് ഔട്ട് ചെയ്തിരിക്കുന്ന എല്ലാ വയേഴ്സും ചെയ്തെടുക്കണം. ഇനി ബീഡ്സിൻ്റെ കളർ പറയുന്നത് നമ്മൾ ഗ്രീനാണ് മാക്സിമം യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ റെഡും ഗോൾഡൻ കളറും നമുക്ക് ആവശ്യാനുസരണം കോർത്തു കൊടുക്കാം. സെയിം കാര്യം തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. അതായത് ആദ്യം തന്നെ നമ്മൾ വയേഴ്സിൽ ബീഡ്സ് കോർത്തതിന് ശേഷം ഈ സെയിം രീതിയിൽ ചെയ്തെടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബീഡ്സ് കോർക്കുമ്പോൾ ഫുൾ വയറിൽ കോർത്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഹാഫിലും കൂടുതലായിട്ടൊന്ന് കോർത്തിട്ട് ഈ സെയിം രീതിയിൽ ബീഡ്സ് ഉള്ള ഭാഗം ജസ്റ്റ് മടക്കിയിട്ട് ഇതേപോലെ പിരിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മൾ മൊത്തം ബീഡ്സൊക്കെ കോർത്ത് ട്രീ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാനൊരു കല്ലെടുത്തിട്ടുണ്ട്. ഇതൊരു ഇറഗുലർ ഷേപ്പിലുള്ള കല്ലാണ്. പ്ലെയിൻ സർഫസിനേക്കാളും ഒരു ഇറഗുലർ ആയിട്ടുള്ള സർഫസ് ആയിരിക്കും കുറച്ചുകൂടി ഭംഗിയെന്ന് തോന്നുന്നു. ഇനി ഈ കല്ലിലോട്ട് ഈ റൂട്ട്സൊക്കെ ഒന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ കല്ലിൻ്റെ താഴോട്ട് ഈ വയേഴ്സൊക്കെ ഈ കല്ലിലോട്ട് ചേർന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇളകി പോവാണ്ടിരിക്കാൻ വേണ്ടി ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഈ റൂട്ട്സ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളൊരു 4 to 5 സെൻറ്റിമീറ്റേഴ്സിൽ 2 വയേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ വയറ് നമ്മൾ നേരത്തെ എടുത്ത വയറിനെക്കാട്ടും കുറച്ചുകൂടി തിക്കാണ്. ഇനി ഈ ഓരോ വയറും നമ്മൾ ഈ ഒരു ഷേപ്പിൽ വളച്ചെടുക്കണം.
ഈ 2 വയേഴ്സും നമ്മൾ ഈ ഒരു ഷേപ്പിൽ വളച്ചെടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു 3 to 4 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുവാണ്. ഈ പീസസിൻ്റെ 4 അറ്റം ഒന്ന് കേർഡാക്കി കൊടുക്കണം. അതിലൊരു പീസ് എടുത്തിട്ട് 2 അറ്റത്തും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വളച്ച് വെച്ചിരിക്കുന്ന 2 വയേഴ്സ് എടുത്തിട്ട് ഇതിൻ്റെ 2 അറ്റത്തായിട്ട് ഹൊറിസോണ്ടൽ സൈഡ് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അടുത്ത പീസിലും ഇതേപോലെ 2 അറ്റത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ഒട്ടിച്ചിരിക്കുന്ന പീസിൻ്റെ മുകളിലായിട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു മിനി ബെഞ്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ സെയിം സൈസിൽ തന്നെ വീണ്ടും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ട്രീ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്ത അതേപോലത്തെ സെയിം വയർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക. പിരിച്ചതിന് ശേഷം അത് 2 ഭാഗത്തോട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിൻ്റെ ഒരു ഭാഗത്ത് ഈ രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കുക. ഈ പീസിൻ്റെ അടുത്ത ഭാഗത്തും ഈ സെയിം രീതിയിൽ തന്നെ കെട്ടിക്കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ 2 പീസ് വയറെടുക്കുക. എന്നിട്ട് ഓരോ പീസ് വയറും മടക്കി ഇതേപോലെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിലൂടെ ഓരോ സൈഡിലും വയറെടുത്തിട്ട് ഇതേപോലെ പിരിച്ചു കൊടുക്കുക. 2 സൈഡിലും ഈ സെയിം രീതിയിൽ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ബെഞ്ചും ഈ ഊഞ്ഞാലും ഈ ട്രീയിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബെഞ്ച് നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഈ കല്ലിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഊഞ്ഞാൽ ഈ ട്രീയുടെ താഴേക്കുള്ളൊരു ബ്രാഞ്ചിലോട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. വയറൊന്ന് പിരിച്ച് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഫൈനലായിട്ട് കുറച്ച് വൈറ്റ് ഗ്ലൂ നമ്മൾ ഈ കല്ലിലേക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് തിരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക. കൂടുതലും റെഡും ഗോൾഡൻ കളർ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇടയ്ക്ക് കുറച്ച് ഗ്രീൻ കളറും ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വയർ ട്രീയുടെ ക്രാഫ്റ്റ് ഫിനിഷായി. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് തന്നെയാണ്. അതുമല്ല ഇത് നല്ലൊരു ഷോ പീസ് കൂടിയാണ്. ഇത് ആദ്യം ഞാനൊരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടമായ ഒരു ക്രാഫ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയലുമായി വന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. വീണ്ടും ഒരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. താങ്ക്